ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലെ ബി എന്ന വെർബിന്റെ ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബി എന്ന വെർബ് സാന്നിധ്യം, പ്രസൻസ്, അത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അതാണ് നമ്മളിപ്പോ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഈസ് എന്നതിന്റെ ഉപയോഗം, ഈസ് സിംഗുലറിന് വേണ്ടി ഉപയോഗിക്കും. അതിന്റെ അർത്ഥം ഉണ്ട്, സാന്നിധ്യം. അവൻ ഇവിടെയുണ്ട്, ഹി ഈസ് ഹിയർ. അത് നമ്മൾ കണ്ടു. പിന്നെ അതിന്റെ ചോദ്യം അല്ലെ, ഈസ് കൊണ്ടൊന്ന് മുന്നിലിട്ടാൽ ചോദ്യമായി. അത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഈസ് ഹി ഹിയർ, അവൻ ഇവിടെ ഉണ്ടോ. ഈസ് ഹി ഹിയർ, ഈസ് ഹി ഹിയർ, ഈസ് ഹി ഹിയർ, അവൻ ഇവിടെ ഉണ്ടോ, അത് നമ്മൾ കാണുകയുണ്ടായി. ഇന്ന് നമ്മൾ കാണുന്നത് ഇതിന്റെ നെഗറ്റീവാണ്. എന്ന് വെച്ചാല് അവൻ ഇവിടെ ഇല്ല. അതെങ്ങനെ പറയും? ഹി ഈസിന് ശേഷം നോട്ട് വെച്ചാൽ മതി. ഹി ഈസ് നോട്ട് ഹിയർ, he is not here, he is not here, അവൻ ഇവിടെ ഇല്ല. ഇത് നെഗറ്റീവ് വാചകമാണ്, നെഗറ്റീവ് സെന്റൻസ്. ഇവിടെ നമുക്ക് കാണാം ഈസ് നോട്ടിന്റെ ഷോർട്ട് ഫോം ഉണ്ട്, ഈസിൻഡ്. ഈസ് നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ഈസിൻഡ്, ISN''T, ഈസിൻഡ്. അപ്പൊ അങ്ങനെയും പറയാം. ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാം സ്പോക്കൺ ഇംഗ്ലീഷിൽ. ഹി ഈസിൻഡ് ഹിയർ, ഹി ഈസിൻഡ്, ഹി ഈസിൻഡ് ഹിയർ, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല. ഹി ഈസ് നോട്ട് ഹിയർ, അങ്ങനെയും പറയാം, അവൻ ഇവിടെ ഇല്ല. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഈസ് ഇൻ ദി ഹിയർ, അവൻ ഇവിടെ ഇല്ല. ഈസ് ഇൻ ദി ദർ, അവൻ അവിടെ ഇല്ല. ഹി ഈസ് ഇൻ ദ ക്ലാസ് റൂം, ഹി ഈസ് ഇൻ ദ ക്ലാസ് റൂം, ഈസ് ഇൻ ദ ക്ലാസ് റൂം, അവൻ ക്ലാസ് റൂമിൽ ഇല്ല. ഹി ഈസ് ഇൻ ദ ഹൗസ്, അവൻ വീട്ടിലില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ നെഗറ്റീവ് പറയുമ്പോൾ ഇല്ല എന്നാ പറയുക അല്ലെ. ഇപ്പൊ ഇവിടെ ആകുന്നു, ഈ അവസ്ഥയെ കാണിക്കാൻ വേണ്ടി അവൻ ഹാപ്പി അല്ല, അവൻ സന്തോഷവാൻ അല്ല എന്നാ പറയാ. ഇത് പ്രസൻസ് ആകുമ്പോൾ അവൻ ഇവിടെ ഇല്ല എന്ന് പറയും. ആ വ്യത്യാസം മനസ്സിലാക്കിയാല് ഇത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇനി നമുക്ക് ഷീ വെച്ച് പറയാം. ഷീ ഈസ് ഇൻ ഹിയർ, ഷീ ഈസ് ഇൻ ഹിയർ, അവൾ ഇവിടെ ഇല്ല. ഷീ ഈസ് ഇൻ ദർ, അവൾ അവിടെ ഇല്ല. ഷീ ഈസ് ഇൻ ദ ക്ലാസ് റൂം, ഷീ ഈസ് ഇൻ ദ ക്ലാസ് റൂം, അവൾ ക്ലാസ് റൂമിൽ ഇല്ല. ഷീ ഈസ് ഇൻ ദ ഹൗസ്, അവൾ വീട്ടിലില്ല. ഇനി നമുക്ക് രാജു വെച്ച് പറയാം. രാജു ഈസ് ഇൻ ഹിയർ, അല്ലെങ്കിൽ രാജു ഈസ് നോട്ട് ഹിയർ, രണ്ടും പറയാം. രാജു ഈസ് ഇൻ ഹിയർ, രാജു ഇവിടെ ഇല്ല. രാജു ഈസ് ഇൻ ദർ, രാജു അവിടെ ഇല്ല. രാജു ഈസ് ഇൻ ദ ക്ലാസ് റൂം, രാജു ഈസ് ഇൻ ദ ക്ലാസ് റൂം, രാജു ക്ലാസ് റൂമിൽ ഇല്ല. രാജു ഈസ് ഇൻ ദ ഹൗസ്, രാജു വീട്ടിലില്ല. സീത, സീത ഈസ് ഇൻ ഹിയർ, സീത ഇവിടെ ഇല്ല. സീത ഈസ് ഇൻ ദർ, സീത അവിടെ ഇല്ല. സീത ഈസ് ഇൻ ദ ക്ലാസ് റൂം, സീത ക്ലാസ് റൂമിൽ ഇല്ല. സീത ഈസ് ഇൻ ദ ഹൗസ്, സീത വീട്ടിലില്ല. മൈ ടീച്ചർ, ഒരാളേ ഉള്ളൂ, ടീച്ചർ സിംഗുലർ, അതുകൊണ്ടാണ് ഈസ് വയ്ക്കുന്നത്. മൈ ടീച്ചർ ഈസ് ഇൻ ഹിയർ, എന്റെ ടീച്ചർ ഇവിടെ ഇല്ല. മൈ ടീച്ചർ ഈസ് ഇൻ ദർ, എന്റെ അധ്യാപകൻ അവിടെ ഇല്ല. മൈ ടീച്ചർ ഈസ് ഇൻ ദ ക്ലാസ് റൂം, മൈ ടീച്ചർ ഈസ് ഇൻ ദ ക്ലാസ് റൂം, എന്റെ ടീച്ചർ ക്ലാസ് റൂമിൽ ഇല്ല. മൈ ടീച്ചർ ഈസ് ഇൻ ദ ഹൗസ്, എന്റെ ടീച്ചർ വീട്ടിലില്ല. ഇനി യുവർ ബ്രദർ, ഒരാളേ ഉള്ളൂ, ബ്രദർ, ഒരാൾ. ബ്രദേഴ്സിനായിരുന്നെങ്കിൽ നമുക്ക് ഈസ് വയ്ക്കാൻ പറ്റില്ല, ആറാണ് വയ്ക്കേണ്ടത്. അത് പിന്നീട് നമുക്ക് കാണാം. യുവർ ബ്രദർ ഈസ് ഇൻ ഹിയർ, നിന്റെ ബ്രദർ ഇവിടെ ഇല്ല. യുവർ ബ്രദർ ഈസ് ഇൻ ദർ, നിന്റെ ബ്രദർ അവിടെ ഇല്ല. യുവർ ബ്രദർ ഈസ് ഇൻ ദ ക്ലാസ് റൂം, നിന്റെ ബ്രദർ ക്ലാസ് റൂമിൽ ഇല്ല. യുവർ ബ്രദർ ഈസ് ഇൻ ദ ഹൗസ്, നിന്റെ ബ്രദർ വീട്ടിലില്ല. ഈ വേർഡ്സൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇതുപോലെ തന്നെയാ. He isn't with me or he is not with me, അവൻ എന്റെ കൂടെ ഇല്ല. He is not with us or he isn't with us, അവൻ ഞങ്ങളുടെ കൂടെ ഇല്ല. He isn't with you, അവൻ നിന്റെ കൂടെ ഇല്ല. He isn't with him, അവൻ അയാളുടെ കൂടെ ഇല്ല. He isn't with her, he isn't with her. He is not with her or he isn't with her, അവൻ അവളുടെ കൂടെ ഇല്ല. He is not with them, അവൻ അവരുടെ കൂടെ ഇല്ല. He is not or he isn't with the children, he isn't with the children, അവൻ കുട്ടികളുടെ കൂടെ ഇല്ല. ഞാൻ ഷീ വെച്ച് പറയാം. She isn't with me or she is not with me, അവൾ എന്റെ കൂടെ ഇല്ല. She isn't with us, അവൾ ഞങ്ങളുടെ കൂടെ ഇല്ല. or she is not with us, അവൾ ഞങ്ങളുടെ കൂടെ ഇല്ല. She is not with you, അവൾ നിന്റെ കൂടെ ഇല്ല. She is not with him, അവൾ അവന്റെ കൂടെ ഇല്ല. She is not with her, അവൾ അവളുടെ കൂടെ ഇല്ല. അപ്പൊ വേറൊരു സ്ത്രീയാണ് ഉദ്ദേശിക്കുന്നത്, അത് ഓർത്തിരിക്കണേ. She is not with her, she is not with her or she isn't with her, അവൾ അവളുടെ കൂടെ ഇല്ല. She isn't with them, അവൾ അവരുടെ കൂടെ ഇല്ല. She is not with the children or she isn't with the children, അവൾ കുട്ടികളുടെ കൂടെ ഇല്ല.
ഇനി രാജു വെച്ച രാജു ഒരാള് സിംഗുലർ ആണ്, അതുകൊണ്ടാണ് ഈസ് ഉപയോഗിക്കുന്നത്. രാജു ഈസ് ഇൻ വിത്ത് മീ, രാജു ഈസ് ഇൻ വിത്ത് മീ, രാജു എന്റെ കൂടെ ഇല്ല. രാജു ഈസ് ഇൻ വിത്ത് അസ്, രാജു ഞങ്ങളുടെ കൂടെ ഇല്ല. രാജു ഈസ് ഇൻ വിത്ത് യു, രാജു നിന്റെ കൂടെ ഇല്ല. രാജു ഈസ് ഇൻ വിത്ത് ഹിം, രാജു അവന്റെ കൂടെ ഇല്ല. രാജു ഈസ് ഇൻ വിത്ത് ഹെർ, രാജു അവളുടെ കൂടെ ഇല്ല. രാജു ഈസ് ഇൻ വിത്ത് ദം, രാജു അവരുടെ കൂടെ ഇല്ല. രാജു ഈസ് ഇൻ വിത്ത് ദ ചിൽഡ്രൻ, രാജു കുട്ടികളുടെ കൂടെ ഇല്ല. ഇതുപോലെ ഇതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാം. എല്ലാം ഒരേപോലെ തന്നെയാ. അർത്ഥം മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ്. ഇപ്പൊ എല്ലാ ക്ലാസ്സിലും പറയുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, അല്ലാതെ ഭാഷ പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഒരാളെ കൂടി കണ്ടെത്തിയിട്ട് ഇത് ആവർത്തിച്ച് നമ്മൾ പഠിക്കണം. ഒരാൾ മലയാളം പറയുന്നു, അതിന്റെ ഇംഗ്ലീഷ് മറ്റേയാൾ 10 പ്രാവശ്യം ഓരോ വാചകവും ആവർത്തിച്ച് പറഞ്ഞ് നമ്മൾ സ്വന്തമാക്കണം. ഇനി വെർബിന്റെ ലിസ്റ്റ്, അപ്പൊ എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് എങ്കിലും പഠിക്കണം. ഈ 4 ഫോംസ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പുതിയ വാക്കുകൾ പഠിക്കാനൊക്കെ നോക്കുക. അപ്പൊ നമ്മുടെ ഭാഷ വളരെ സ്ട്രോങ് ആവും. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങള്. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങള് മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട്, ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങള്. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറൽ ആണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3ആണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുകയുള്ളൂ.
നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 12ാമത്തെ ലിസ്റ്റാണ്. വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 രൂപങ്ങളാണ് ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെല്ലാ ടെൻസും മറ്റും ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. ഇവ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാനോ എഴുതാനോ സാധിക്കില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളത് നമ്മൾ ബേസ് ഫോമും പ്രസന്റ് ഫോമും അതിന്റെ പ്ലൂറലും ഒരേപോലെ ഇരിക്കുകയാണ്. ഇംഗ്ലീഷിലെ സ്പെല്ലിങ്ങും ഉച്ചാരണവും അർത്ഥം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ 3 ഫോമേ പഠിക്കുള്ളൂ: പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പൊ അവയുടെ ഉച്ചാരണവും അർത്ഥമൊക്കെ പ്രത്യേകം പഠിക്കണം. പിന്നെ പ്രസന്റ് ഫോമിലെ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, അതിൽ പ്ലൂറലും സിംഗുലറും ഉണ്ട്. ആദ്യം കൊടുത്തിട്ടുള്ളത് പ്ലൂറലാണ്. എസ്ഒ ISO ചേർത്തിട്ടുള്ള ആ വാക്ക് സിംഗുലർ ആയിരിക്കും. ഓക്കെ, പക്ഷെ അർത്ഥം ഒന്ന് തന്നെയാണ്. തുടങ്ങാം. സ്ലേ, സ്ലൂ, സ്ലേൻ, ടേക്ക്, ടുക്ക്, ടേക്കൻ, ഷേക്ക്, ഷുക്ക്, ഷേക്കൻ, ഫ്രീസ്, ഫ്രോസ്, ഫ്രോസൺ, ഫോസേ, ഫോസക്, ഫോസേക്കൻ, റൈസ്, റോസ്, റൈസൺ, റൈസ്, റോസ്, റിസൺ. ഈ വാക്കുകളുടെ പ്രത്യേകത എന്താണ്? അത് മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വ്യത്യാസമുണ്ട്. മൂന്ന് രീതിയിലാണ്. ഇനിയുള്ള വെർബുകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് പോലെ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ED എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. അഡ്മിറ്റ്, അഡ്മിറ്റഡ്, അഡ്മിറ്റഡ്. അപ്രൂവ്, അപ്രൂവ്ഡ്, അപ്രൂവ്ഡ്. Arrest, arrested, arrested. Behave, behaved, behaved. Brush, brushed, brushed. Chew, chewed, chewed. Contain, contained, contained. Belong, belonged, belonged. Damage, damaged, damaged. Delay, delayed, delayed. Gaze, gazed, gazed. Examine, examined, examined. End, ended, ended. Embarrass, embarrassed, embarrassed. Explode, exploded, exploded. Dust, dusted, dusted. Dream, dreamed, dreamed. അതിൽ ഡ്രംഡ് എന്നുള്ള വാക്കുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പാസ്റ്റിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലും. ഏൺ, ഏൺഡ്, ഏൺഡ്. Decorate, decorated, decorated. Accept, accepted, accepted. Include, included, included. Hurry, hurried, hurried. ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളാണ്. ഇവ പഠിച്ചാൽ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കുക, സ്പെല്ലിങ് ചിലതൊക്കെ വ്യത്യാസം വരും. സിംഗുലർ ആകുമ്പോൾ ചിലപ്പോൾ IES എന്നൊക്കെ ആയിരിക്കാം. അല്ലെ പാസ്റ്റിലൊക്കെ പോകുമ്പോൾ ചില ലെറ്റേഴ്സ് ഇരട്ടിക്കും, ഡബിൾ ആകും. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും. ഓക്കെ.